മലപ്പുറം പരപ്പനങ്ങാടി നവജീവൻ വായനശാലയുടെ മുറ്റത്തുള്ള തണൽമരച്ചോട്ടിൽ എല്ലാ ദിവസവും രാവിലെ ഒരു കൂട്ടം സ്ത്രീകൾ ഇരുന്ന് പത്രം വായിക്കുന്നത് കാണാം. വെറുതെ വായിക്കുക മാത്രമല്ല, ഓരോ ദിവസത്തെ വാർത്തകളും രാഷ്ട്രീയവും തെരഞ്ഞെടുപ്പുമെല്ലാം അവർ ചർച്ച ചെയ്യും. വനിതകളുടെ നേതൃത്വത്തിലുള്ള പത്രവായനാ കൂട്ടായ്മയിലെ വിശേഷങ്ങൾ കാണാം ഇനി. അതിരാവിലെ വീട്ടിൽ നിന്നിറങ്ങി ഒന്ന് നടന്ന് സമീപത്തെ വായനശാലയിൽ വന്ന് പത്രം വായിച്ച് രാഷ്ട്രീയവും നാട്ടുവർത്തമാനമൊക്കെ ചർച്ച ചെയ്ത് സമീപത്തെ കടയിൽ പോയി ഒരു ചായക കുടിച്ച് പോവുക എന്നുള്ളത് ആണുങ്ങളുടെ മാത്രം കുത്തകയല്ല എന്ന് തെളിയിക്കുകയാണ് പരപ്പനങ്ങാടിയിലെ ഒരു കൂട്ടം വനിതകൾ. ഞാനിപ്പോൾ ഉള്ളത് പരപ്പനങ്ങാടിയിലെ നവജീവൻ വായനശാലയ്ക്ക് സമീപമാണ്. ഇവിടെ കുറെ വനിതകളുണ്ട്. അവർ അവരുടെ രാഷ്ട്രീയവും ഒക്കെ ചർച്ച ചെയ്യുകയാണ്. അവരുടെ വിശേഷങ്ങളിലേക്ക് 19ഓളം പേരടങ്ങിയ ഈ വനിതാ കൂട്ടായ്മ ഗോവയിലേക്ക് ഒരു ട്രിപ്പ് പോയി. തിരിച്ചുവരും വഴി ട്രെയിനിൽ വെച്ചാണ് ഈ ആശയം മുന്നോട്ട് വെച്ചത്. രാവിലെ 5 മണിയോടെ വീട്ടിൽ നിന്നിറങ്ങും, നേരെ വായനശാലയിലേക്ക്, പിന്നീട് കുറച്ചു സമയം വർക്കൗട്ട്. അപ്പോഴേക്കും പുറത്ത് പത്രങ്ങളെത്തും. പിന്നീട് പത്രം വായനയും വാർത്താ വിശകലനവുമാണ്. രാഷ്ട്രീയവും സ്ത്രീപക്ഷ വിഷയങ്ങളും തന്നെയാണ് പ്രധാനമായും കടന്നുവരിക. ഞങ്ങൾ രാഷ്ട്രീയം ചർച്ച ചെയ്യും, അതുപോലെ കറണ്ട് ഇഷ്യൂസ് ചർച്ച ചെയ്യും. പിന്നെ ഞങ്ങളിൽ ചിലര് തൊഴിൽ അന്വേഷിക്കുന്നവരാണ്. അപ്പൊ അവരുടെ സാധ്യതകൾ എല്ലാവരും അവരവരുടെ പത്രത്തിൽ നിന്ന് പറഞ്ഞു കൊടുക്കും. കായികമല്ല, എന്താണോ കറണ്ട് ഇഷ്യൂ അത് ഞങ്ങൾ ചർച്ച ചെയ്യും. പിന്നീട് സമീപത്തുള്ള ഉണ്ണിയേട്ടന്റെ ചായക്കടയിലേക്ക്. ഇത്തരം കൂട്ടായ്മകൾ നാട്ടിൽ എല്ലായിടത്തും വരണമെന്നാണ് ഇവരുടെ ആഗ്രഹം. സ്ത്രീകളെ എങ്ങനെ ഉന്നമനത്തിലേക്ക് എത്തിക്കാം, അതന്നെയാണ് ഞങ്ങളുടെ മെയിനായിട്ടുള്ള ചർച്ചകൾ. കൂട്ടായ്മകൾ വന്നാൽ തന്നെയാണ് നമുക്ക് എന്താ പറയാ, ഒന്നായിട്ട് നിന്നാൽ തന്നെയാണ് നടക്കുള്ളൂ. എവിടെയും മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല സ്ത്രീകൾ, അവർക്കും ഇടം വേണം എന്നാണ് ഈ കൂട്ടായ്മ നമ്മളോട് പറയുന്നത്. എല്ലാ ദിവസവും ഇതുപോലെ നല്ല ചൂട് ചായയും ചൂടേറിയ നാട്ടുവർത്തമാനങ്ങളും ചർച്ചകളൊക്കെയായാണ് അവരുടെ ഓരോ ദിവസവും തുടങ്ങുന്നത്. ക്യാമറമാൻ നിതിൻ ഗോപിക്കൊപ്പം ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1 തിരൂർ.